എത്ര പേരെ കൊന്നു എന്നുള്ളതല്ല ഇന്നത്തെ ചിന്ത, എത്ര പേരെ നമ്മൾ ജീവിപ്പിച്ചു എന്നുള്ളതാണ്. അന്നേ രാജാവിൻ്റെ കാലത്ത് ശത്രുവിനോട് പൊരുതി ജയിക്കുക ഇസ്രയേലിൻ്റെ ശത്രുക്കളായിരുന്നു. ഇന്ന് ദൈവത്തിൻ്റെ പ്രമാണത്തോടുള്ള ശത്രുതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യരുടെ ശത്രുതയല്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന് ശത്രുക്കളില്ല എന്നുള്ളതാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടാണ്. ആണോ? ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമാണ്. അതുകൊണ്ട് നമ്മൾ മനുഷ്യരെ കൊന്നാൽ ദൈവം ഒരിക്കലും നമ്മളിൽ പ്രസാദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രസാദിക്കുകയില്ല. മനുഷ്യരെ കൊല്ലുന്നതിലല്ല, മനുഷ്യരെ ജീവിപ്പിക്കുന്നതിലാണ്. അത് രോഗശാന്തിയുടെ ആയിരുന്നാലും ഭൂതശാന്തിയിലൂടെ ആയിരുന്നാലും രക്ഷിക്കപ്പെട്ടാലും പ്രൈസ് ദി ലോർഡ് നിത്യജീവനിലേക്ക് കടത്തി വിട്ടാൽ അവനാണ് പ്രതിഫലം. പ്രൈസ് ദി ലോർഡ്. അല്ല, ജീവനെ കൊല്ലുന്നവനല്ല, നിത്യജീവനിലേക്ക് കടത്തിവിടുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 60-ാം സങ്കീർത്തനം വായിക്കുമ്പോഴാണ് ഈ 108-ന്റെ പ്രസക്തി വെളിപ്പെടുന്നത്. 108-ന്റെ ഹെഡിങ്ങിലൊന്നുമില്ല. 60-ാം സങ്കീർത്തനത്തിലാണ് കൊന്നതിനെ കുറിച്ചും വിവരിച്ചിരിക്കുന്നത്. 108-ലേക്ക് വരാം. നമ്മൾ 60 അല്ല നമ്മുടെ ചിന്താവിഷയം. ഇതിൻ്റെ കൂട്ടാളിയാണെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ സ്തോത്രം 108 സ്തോത്രം. നമുക്ക് പ്രതീക്ഷ നൽകുന്ന 1-2 വാക്യങ്ങളുണ്ട്. നിനക്ക് പ്രിയമുള്ളവർ വിടിവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം പറയണം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില ദേശങ്ങളെ ദൈവം പറയുന്നുണ്ട്. ഏതാണ് ദേശം? പ്രൈസ് ദി ലോർഡ്. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും, ഏതോമിലേക്ക് എന്നെ ആർ വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ജീവിതത്തിൽ നമ്മളെ ദൈവം വഴി നടത്തുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ പോകേണ്ട പാതയിലെത്തിക്കുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ വഴി നടത്തുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദാണ് ചോദിച്ചത്, എന്നെ അവിടെ എത്തിക്കുന്നത് ആരാണ്? എന്നെ സഹായിക്കണം, എന്നെ അവിടെ എത്തിക്കണം, ഏതോമിലേക്ക് എന്നെ എത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ ഈ നശ്വരമായ ലോകത്തിൽ ഉറപ്പുള്ള നഗരത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കണം. അല്ലാതെ ഈ അസ്ഥിരമായ അല്ലെങ്കിൽ നിലനിൽക്കാത്ത ഈ നഗരത്തിൽ, ഈ പട്ടണത്തിൽ, ഈ രാജ്യത്തിൽ, ഈ ലോകത്തിലല്ല നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്തെങ്കിലും നേടിയെടുക്കുവാൻ ഉള്ള വ്യഗ്രതയിലാണ് മനുഷ്യൻ്റെ ഓട്ടം. എന്നാൽ ദൈവം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഉറപ്പുള്ള ഒരു നഗരമുണ്ട്, കുലുങ്ങാത്തൊരു രാജ്യമുണ്ട്, നിലനിൽക്കുന്ന ഒരു രാജ്യമുണ്ട്. അവിടേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മളെ എത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാലാണ്. പ്രൈസ് ദി ലോർഡ്. ഉറപ്പുള്ള നഗരം അവിടെയാണ്. ആ ഉറപ്പുള്ള നഗരത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയുള്ള ഉറപ്പുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നവനാണ് നമ്മുടെ പിതാക്കന്മാർ. എബ്രായ ലേഖനത്തിൽ വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എടുത്തവരൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവർ ഒരു വാഗ്ദത്ത ദേശത്തിനായിട്ട് കാത്തിരുന്നു. അപ്പോൾ ഈ ദേശം അല്ല അവരുടെ പ്രതീക്ഷ. ഈ ദേശമല്ല അവരുടെ പ്രതീക്ഷ. എവിടെയായിരുന്നു? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിന് വേണ്ടി അവർ കാത്തിരുന്നു എന്നാണ്. ഈ ലോകം ഇവിടെ തന്നെ അവർ പ്രാർത്ഥപ്പോൾ അവർ പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാനാണ് പറഞ്ഞത്. അപ്പം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ചെന്നിട്ട് അവിടെ ഇരുന്നോട് പറയുകയാണ്, ഇതല്ല എൻ്റെ ദേശം, എൻ്റെ ദേശം. മേലോട്ട് നോക്കിയവൻ പ്രൈസ് ദി ലോർഡ് അകക്കണ്ണ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. അകക്കണ്ണ് തുറന്നപ്പോൾ ഈ വാഗ്ദത്ത ദേശം കനാനാണ്. പക്ഷെ ഈ കനാനി വന്നിരുന്നുകൊണ്ടാണ് പറയുന്നത് ഇതല്ല നഗരം, അവിടെയാണെന്ന്. പലപ്പോഴും നമ്മൾ ഈ സ്വർഗീയ ദർശനം പ്രാപിക്കാത്തത് കൊണ്ടാണ്
നമ്മൾ ഈ കനാനിൽ കിടന്ന് കുഴയുന്നു എന്നുള്ളത്. കനാൻ ഓക്കെ സമ്മതിച്ചു, കനാൻ സമ്മതിച്ചോ? കനാൻ നമുക്ക് തന്ന വാഗ്ദത്ത ഭൂമിയാണ്. നമുക്ക് തന്ന വാഗ്ദത്ത ഭൂമിയിൽ നമുക്ക് എന്ത് ചെയ്യാം? താമസിക്കാം. പാലും തേനും ഒഴുകുന്ന ദേശമാണ്, വെട്ടിയിട്ടില്ലാത്ത കിണറാണ്, നട്ടിട്ടില്ലാത്ത തോട്ടമാണ്. ഇവിടെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും എല്ലാവരുമായിട്ട് പാർത്ത് സന്തോഷിച്ചിരുന്നിട്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്. നോക്കൂ മക്കളെ, ഞാനൊരു ദേശം കാണുന്നു, ആ ദേശം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായിട്ട് നഗരമാണ്. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. ഈ ലോകം ഹല്ലേലൂയ ശാശ്വതമല്ലെന്നും ഇവിടെ ചോരക്കളമാണെന്നും ഇവിടെ യുദ്ധക്കളമാണെന്നും ഇവിടെ പോരിൻ്റെ ശക്തികളുള്ള നാടാണെന്നും അവർക്ക് മനസ്സിലായി. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവർ അകക്കണ്ണ് തുറന്നിട്ട് അവർ ആ ദേശം കണ്ടു. മക്കളോട് പറഞ്ഞു, മക്കളെ ഇതിൽ നമ്മുടെ ദേശം ഹല്ലേലൂയ ഉറപ്പുള്ള നഗരമാണ്. അവിടേക്ക് നമ്മളെ എത്തിക്കുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല എന്നുള്ളതാണ് ദാവീദിന്റെ ഈ ആഗ്രഹം. നമ്മുടെ ആഗ്രഹവുമായിട്ട് ചേർന്ന് വരുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം, യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ പിടിവിടാത്ത ഈ ലോകത്തിൽ നിന്ന് പിടിവിടാത്തൊരു എന്താ പറയാൻ, ചിലർ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അള്ളിപ്പിടിക്കും. പായാണ്, തലയണയാണെങ്കിലും കിടക്കയാണെങ്കിലും അള്ളിപ്പിടിക്കും. അവർ ഈ ലോകത്തിന് ചെറിയൊരു സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വസ്ഥതയോടെ മരിക്കാൻ അക്കരെ നാട് കാണുവാൻ അവർക്ക് ഭാഗ്യമില്ല എന്നുള്ളതാണ്. അവർക്ക് എന്തിനെ അവർ നേടിയോ, എന്തിനെ ആഗ്രഹിച്ചോ, എന്തിനെ വഹിച്ചോ അതിലേക്കാണ് അവരുടെ കണ്ണും മനസ്സും. ദൈവത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹത്തിനായി, കരുതലിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സങ്കീർത്തനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറപ്പുള്ള നഗരത്തിലേക്ക് നമുക്ക് പോകാം, ഉറപ്പുള്ള പട്ടണത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ എത്താനുള്ള പ്രതീക്ഷ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യത്തിനുള്ള സമയമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമുക്ക് ഓർക്കാം, കണ്ണുകളിലേക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ചെയ്ത നന്മകളെ ഓർക്കാം, ദൈവം ചെയ്ത കരുണയെ ഓർക്കാം, ദൈവത്തിന്റെ ശക്തി നമുക്ക് ഓർക്കാം, ദൈവത്തിന്റെ കൃപയെ നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയ കണ്ണ് തുറക്കട്ടെ, നമ്മുടെ ഹൃദയക്കണ്ണ് തുറക്കട്ടെ, നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കട്ടെ. ഈ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയ ദൃഷ്ടി, നമ്മുടെ ഉൾക്കണ്ണ് തുറക്കുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ. അത് നമ്മുടെ ഇന്നത്തെ ദിവസം മാത്രമല്ല, വിശ്വാസ ജീവിതത്തിൽ കണ്ണടയുന്നതുവരെ അകക്കണ്ണ് തുറന്നിരിക്കട്ടെ, അകക്കണ്ണ് തുറന്നിരിക്കട്ടെ. ഓ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ അകക്കണ്ണ് തുറക്കണമേ. കർത്താവേ, എൻ്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് നിന്റെ വിളിയാറുള്ള ആശയം നിന്ന് മനസ്സിലാക്കാൻ സ്വർഗം സഹായിക്കണമേ. ഇവിടുത്തെ 10 സെന്റും ഇവിടുത്തെ 20 സെന്റും ഒരേക്കറും ഹല്ലേലൂയ മിച്ചഭൂമിക്ക് വേണ്ടി ഹല്ലേലൂയ ലൈഫ് മിഷനിൽ ഹല്ലേലൂയ ലിസ്റ്റ് വന്നാൽ ഭാഗ്യവാന്മാരാണ് ചിന്തിക്കുന്നവരെ ഓർത്തുകൊള്ളും. ഇതെല്ലാം നമ്മൾ ഇവിടെ ഇട്ടിച്ചു പോകുന്നവരാണ്. ചൂണ്ടിക്കാണിക്കാൻ വരും തലമുറയ്ക്ക് ഹല്ലേലൂയ ചൂണ്ടിക്കാണിക്കാൻ, മക്കളെ ഇവിടെ അല്ല എന്ന് പറഞ്ഞു കൊടുക്കുവാൻ ഒരു സന്ദേശം നിനക്കില്ലെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് നീ പിതാവായാലും കൊള്ളാം, മാതാവായാലും കൊള്ളാം, അപ്പൂപ്പനായാലും കൊള്ളാം, അപ്പൂപ്പൻ്റെ അപ്പൂപ്പനായാലും കൊള്ളാം, ഹല്ലേലൂയ, നീ കാട്ടിക്കൊടുക്കുവാൻ ഒന്നില്ലെങ്കിൽ, സ്തോത്രം, ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ലെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഓരോരുത്തരും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. മക്കൾക്ക് വേണ്ടി ചരിതിച്ചു വയ്ക്കുന്ന ഭാഗ്യമാണ്. അത് സമ്പത്തിനെ കുറിച്ചും നന്മയെക്കുറിച്ചുമാണ്. എന്നാൽ മക്കൾക്ക് വേണ്ടി നല്ലതെന്ന് കരുതുവാൻ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ ഉണ്ടായിരുന്നു. ആ പാട്ടുകാരൻ താൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ തൻ്റെ 4 പെൺമക്കളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ആ തുണിസഞ്ചികളിൽ കിടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അദ്ദേഹം നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു. അക്കരനാട് പോയി. താൻ ചൂണ്ടിക്കാണിച്ച ആ ബാഗ് എല്ലാവരും പോയ ശേഷം, ബന്ധുക്കളെല്ലാം പോയ ശേഷം, പിന്നെ ആരും നിൽക്കില്ലല്ലോ, 4 പെൺമക്കളാണല്ലോ. പോയ ശേഷം മൂത്ത മകൾ ഓരോന്നായി പറക്കിയെടുക്കുന്നു. അതിലൊന്നിലും വെയിറ്റുള്ള ഒന്നുമില്ല, നോട്ടുകളൊന്നുമില്ല, പ്രതീക്ഷിച്ചൊന്നുമില്ല, സ്വർണമില്ല, പൈസയുമില്ല. കുറേ വചനങ്ങൾ, കുറേ വാഗ്ദത്ത വചനങ്ങൾ അതെടുത്ത് വായിക്കാൻ തുടങ്ങി, ശക്തിപ്പെടാൻ തുടങ്ങി, ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ചില ദിവസങ്ങൾ, മാസങ്ങൾ മുൻപോട്ട് പോയി. ഹല്ലേലൂയ. സ്തോത്രം. ആ കുട്ടികളെല്ലാം അമേരിക്കയിലാണ്. ഹല്ലേലൂയ. അവരുടെ കൊച്ചുമക്കളും ഇന്ന് പ്രായമുള്ളവരായി തീർന്നിട്ടുണ്ടാകാം. എല്ലാം അമേരിക്കയിൽ കുടിയേറി. പ്രൈസ് ദി ലോർഡ്. അവർ പ്രസിദ്ധരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അതുകൊണ്ട് അവർ പാടി, 1000 നാവുകളാലതു വർണ്ണിപ്പതിനെഴുതോ, 10,000 ഒരംശം ചൊല്ലിടുവാൻ പാരിൽ സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗപിതാവേ, ഉയരത്തിലുള്ള ചിന്തിപ്പാൻ ഈ നശ്വരമായ ലോകത്തിൽ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ജീവിക്കുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം കൊണ്ട്, ഞങ്ങളുടെ പ്രസംഗം കൊണ്ട്, ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, ഞങ്ങളുടെ നോട്ടം കൊണ്ട്, ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ അകക്കണ്ണ് തുറന്ന്, നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് നിന്റെ വിളിയാനുള്ള ആശയങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. മഹത്വം അവിടെ നിൽക്കുകയും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ.